ആവർത്തക ദശാംശ സംഖ്യകളെ ഭിന്നസംഖ്യകൾ ആക്കുന്ന വിധം. 0.3333 എറ്റ്സെട്ര ഇതൊരു ആവർത്തക ദശാംശ സംഖ്യയാണ്. ഇതിനെ നമുക്ക് എന്താക്കണം? ഭിന്നസംഖ്യയാക്കണം. അതെങ്ങനെയാണ് എളുപ്പ വഴിയിൽ ചെയ്യാൻ നോക്കാം. ഇവിടെ ആവർത്തിക്കുന്ന സംഖ്യ ഏതാണ് ആവർത്തിക്കുന്നത്? 3 എന്ന അക്കമാണ് ആവർത്തിക്കുന്നത്. 3 എന്ന അക്കം ആവർത്തിക്കുകയാണ്. അപ്പോൾ ആ ആവർത്തിക്കുന്നത് നമ്മൾ അംശമായിട്ട് എഴുതുക. 3 അത് അംശമായിട്ട് എഴുതി ബൈ ഇടുക. ഇനി എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 3 എന്ന ഒരക്കേ ആവർത്തിക്കുന്നുള്ളൂ. ഇതിൽ 3 എന്ന ഒരക്കമേ ആവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഛേദമായിട്ട് ഒരു 9 ഇടുക. ഇതിനെ നമുക്ക് 3 കൊണ്ട് പിടിച്ചു കൊടുക്കാം. 1 3 3 3 9 ഉത്തരം 1/3. ഇതേപോലെ 0.4444 എറ്റ്സെട്ര. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതിൽ ഏത് സംഖ്യയെ ആവർത്തിക്കണത്? 4 എന്ന സംഖ്യയാണ് ആവർത്തിക്കുന്നത്. അത് അംശമായിട്ട് എഴുതുക. അപ്പോൾ ഏത് സംഖ്യയാണോ ആവർത്തിക്കുന്നത് അത് അംശം ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 4 എന്ന ഒരക്കേ ആവർത്തിക്കുന്നുള്ളൂ. 4 എന്ന ഒരക്കം. അപ്പോൾ ഒരു 9 ഛേദമായിട്ട് എഴുതുക. 4/9. ഇത് വെട്ടിച്ചുരുക്കാനൊന്നും പറ്റില്ല. ഉത്തരം 4/9. ഇതുപോലെ 0.777 എറ്റ്സെട്ര. ഇത് നിങ്ങൾ തനിയെ ചെയ്ത് കമൻറ്റ് ചെയ്യൂ. 0.12121212 എറ്റ്സെട്ര. ഇത് ആവർത്തക ദശാംശ സംഖ്യയാണ്. ഇതിനെ നമ്മൾ ഭിന്നസംഖ്യ ആക്കണം. എന്താ ചെയ്യേണ്ടത്? ഏത് സംഖ്യയാണ് ആവർത്തിക്കുന്നത്? ഇതിൽ 1 മാത്രമല്ല 1ഉം 2ഉം ആവർത്തിക്കുന്നുണ്ട്. ഇതിൽ ആവർത്തിക്കുന്നത് 1 2 ആണ്. അപ്പോൾ ഈ 1 2 നമ്മൾ ചേർത്തിയിട്ട് അംശമായിട്ട് എഴുതണം. 1 2 ചേർത്ത് എഴുതിയ 12 എന്ന് അംശം. എന്താണ്? ഏത് സംഖ്യയാണോ ആവർത്തിക്കുന്നത് 1 2 ആവർത്തിക്കുന്നത്. അപ്പോൾ 12 നമ്മൾ അംശമായിട്ട് എഴുതി. ഇനിയോ ഛേദം. എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്? 1 2 അങ്ങനെ 2 അക്കങ്ങളാണ് ആവർത്തിക്കേണ്ടത്. ഏതൊക്കെയാണ്? 1ഉം 2ഉം അങ്ങനെ 2 അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ 2 9 ചേർത്തി ഛേദമായിട്ട് എഴുതുക. 2 9 ചേർത്ത് എഴുതിയ 99 എന്നാവും. ഇതിന് നമുക്ക് 3 കൊണ്ട് പഠിച്ചു കൊടുക്കാം. 4 3 12. ഇവിടെ 3 കൊണ്ട് പഠിച്ചു കൊടുക്കുക. 33. ഉത്തരം 4/33. ഇതുപോലെ 0.757575 എറ്റ്സെട്ര. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? എത്ര അക്കം ആവർത്തിക്കേണ്ടത് നോക്കുക. അത് ഏതൊക്കെ അക്കങ്ങളാണ് ആവർത്തിക്കേണ്ടത് നോക്കുക. ഇതിൽ ഏതൊക്കെ അക്കങ്ങളാണ് ആവർത്തിക്കേണ്ടത്? 7ഉം 5ഉം ആവർത്തിക്കുന്നത്. 7ഉം 5ഉം ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആവർത്തിക്കുന്ന അക്കങ്ങൾ ഏതൊക്കെയാണ്? 7ഉം 5ഉം. അതായത് ചേർത്ത് എഴുതുമ്പോൾ 75. അപ്പോൾ അംശം 75. അപ്പോൾ ഏതാണോ ആവർത്തിക്കുന്നത് അത് അംശമായിട്ട് എഴുതി. എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട്? 7ഉം 5ഉം. 7ഉം 5ഉം പറഞ്ഞാൽ 2 അക്കങ്ങളാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ 2 9 ചേർത്ത് എഴുതുക. 99. 75/99 3 കൊണ്ട് പിടിച്ചു കൊടുക്കാം. 25 3 75/33 3 99. ഉത്തരം 25/33. ഇതുപോലെ 0.36363636 എറ്റ്സെട്ര. ഇത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യൂ. 0.345345345345 എറ്റ്സെട്ര. ഇതിൽ ഏതക്കാണ് ആവർത്തിക്കുന്നത്? ഏതൊക്കെ അക്കങ്ങളാണ്? 3 4 5 3 അക്കങ്ങളും ഇതെല്ലാം ആവർത്തിക്കേണ്ടത്. 3 4 5 3 4 5. അപ്പോൾ ആവർത്തിക്കുന്നത് ഏതാ? 3 4 5. അത് ചേർത്ത് എഴുതുക. 345 ആണ് അംശം. എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്? 3 4 5. എത്രയായി? 3 അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. 3 4 5 3 അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അതായത് 3 9 ഛേദമായിട്ട് എഴുതുക. 3 9 ചേർത്ത് എഴുതുക. 999. ഇതിന് നമുക്ക് 3 കൊണ്ട് പഠിച്ചു കൊടുക്കാം. 1 3 3 1 3 3 ശിഷ്ടം 1 15 5 3 15 115 ബൈ ഇതിൽ 3 3 3 എന്ന് വരും. വീണ്ടും നമുക്ക് വെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉത്തരം 115/333. അതുപോലെ 0.127 127 127 127 എറ്റ്സെട്ര. എന്താ ചെയ്യുക? ഏതൊക്കെ അക്കങ്ങൾ ആവർത്തിക്കുന്നത്? 1 2 7. അത് ചേർത്ത് എഴുതിയ 127 ബൈ എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്? 1 2 3 അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. 127/9 9 9. 3 അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. 3 9 ചേർത്ത് എഴുതി. നമുക്കതിനെ വെട്ടിച്ചുരുക്കാൻ പറ്റില്ല. വെട്ടിച്ചുരുക്കാൻ പറ്റില്ല. ഉത്തരം 127/999. ഇതുപോലെ 0.1 0 1 1 0 1 1 0 1 എറ്റ്സെട്ര. ഇത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യൂ.